സോനാരേ സോനാരേ സ്വർണ്ണനിലാവ് തെളിഞ്ഞില്ലേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ. സോനാരേ സോനാരേ സ്വർണ്ണനിലാവ് ആഹാ മണിമുത്തേ ഉമ്മ. എന്താടാ നീ എന്തൊക്കെയാ കാണിക്കുന്നേ? നിക്ക്, ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. എനിക്ക് മുത്തം തരാൻ വേണ്ടി വരുമെന്നാ തോന്നുന്നേ. അവിടെ നിക്കടാ, ബുദ്ധിയില്ലാത്ത കഴുതേ. ആഹാ നല്ല സ്റ്റൈലായിട്ടാണല്ലോ വരുന്നത്. വന്ന ഉടനെ എന്നെ കെട്ടിപ്പിടിക്കുമെന്നാ തോന്നുന്നത്. എന്താടാ നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു? നീ എനിക്ക് മുത്തം തരാൻ വേണ്ടിയല്ലേ വന്നത്? എന്തിനാ അടിക്കുന്നേ? റാസ്കൽ, നീ എന്തിനാ എനിക്ക് മുത്തം തരുന്നേ? നീ എനിക്ക് മുത്തം തന്നില്ലേ, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ഇങ്ങനെ കിസ് തന്നു. കിസ്? അതും നിനക്കല്ലേ? കഴുതേ, ഞാനിവിടെ റീൽസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എന്തോന്ന് റീൽസോ? ഈ റീൽസ് ചെയ്യുന്ന പിള്ളേര് എന്തൊക്കെയാ ചെയ്യുന്ന ആർക്കറിയാം. എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഫിൽട്ടറൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് മാറും. പിന്നെ എന്നെ പോലുള്ള കാണാൻ കൊള്ളാവുന്ന ചെറുക്കന്മാരെ വളയ്ക്കാനും നോക്കും. ഇവൻ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ പോവാ നോക്കടാ. ചന്ദനക്കുടത്തിലെ ചന്ദ്രത്തിരിയുമായി സുന്ദരിപ്പൂവേ വാവാ ചക്രമുത്തേ. ഞാനോ? ഞാൻ വരട്ടെ, ഞാൻ മേലെ വരട്ടെ. വരട്ടെ, ഇതാ വരുന്നു. എത്തി ഞാനെത്തി. മമ്മി, കറുത്ത പ്രേതം. അല്ല, ഞാനാ. നീ ആരാ? കാലപ്രസാദ്. കാലു? ആരേ കാലു? ഇപ്പൊ നീയല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇങ്ങനെ കൈകൊണ്ട് വിളിച്ചു വരുത്തിയതൊക്കെ? ഞാനോ? ഇല്ല, ഞാനിവിടെ റീൽസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ എന്തായി പറയണത് മാഡം? നിങ്ങൾ വിളിച്ചോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് മേലേക്ക് കയറി വന്നത്? ഇല്ല, ഞാനൊരു വീഡിയോ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഏട്ടാ. എന്നാ ശരി മാഡം. അതെ മാഡം, ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? നിങ്ങൾ നല്ല സുന്ദരിയാ മാഡം. താങ്ക് യു. നിങ്ങളെപ്പോലെ ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല മാഡം. ഓ, ഒരുപാട് താങ്ക്സ് കാലു. മതി, നിർത്തിക്കോ. കാലു, എന്നെ ഇങ്ങനൊന്നും വിളിക്കരുത് മാഡം. എന്നെ ഇങ്ങനെ ആരും വിളിച്ചിട്ടില്ല മാഡം, പ്ലീസ്. ഞാൻ കാലുവിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ? പറയൂ. പിന്നെ നിങ്ങളെ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. താങ്ക് യു മാഡം. കാലു, ഇപ്പൊ എന്റെ അമ്മ വരും. ഇപ്പൊ പൊയ്ക്കോളൂ, നമുക്ക് പിന്നെ കാണാം. ബൈ. ശരി മാഡം. ഇവനെ തൊട്ടപ്പോ തന്നെ ഈ കളറൊക്കെ എന്റെ കയ്യിലായല്ലോ. ഇത്രയും കറുപ്പായിരുന്നെങ്കി. എന്നാലും ക്യൂട്ട് തന്നെയാ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനേ പൊന്നോമനേ, ഓമനപ്പുഴ കടപ്പുറത്തിൻ. അമ്മാവാ, അമ്മാവൻ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? മിൽക്കിയില്ലേടാ? അതെ, അവളോട് എനിക്ക് പ്രേമമായെന്നാണാടാ തോന്നുന്നത്. അതിനാണ് മുഖം ഇങ്ങനെ വെച്ചിരിക്കുന്നേ. എടാ, നമ്മുടെ കാലു പ്രസാദ് ഇല്ലേ? അതെ അതെ, മിൽക്കി അവന്റെ കൂടെ ഓടിപ്പോയടാ. എന്തോന്ന്? അതെ രത്തൻ. ചേടാ, എന്താ കേട്ടത്? രത്തനല്ല, ലത്തൻ. ലത്തൻ. ആ ശരി ശരി, ലത്തൻ. ഇന്ന് എന്ത് സംഭവിച്ചാലും ശരി, എനിക്ക് കുതിര സവാരി എന്തായാലും പഠിച്ചേ പറ്റും. ചേട്ടാ, അതിലെന്താ ഇത്ര വലിയ കാര്യം? എനിക്ക് ഒരാളെ അറിയാം. അയാളടുത്ത് നല്ലൊരു കുതിര ഉണ്ടെന്നാ ഞാൻ കേട്ടത്. എന്ത്? നല്ല കറുപ്പ് കളർ കുതിര. കുതിര? അതെ. അല്ല, അതപ്പോ അങ്ങനെ പറയണ്ടേ, ഞാൻ വേറെന്തോ വിചാരിച്ചു. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കേൾക്കത്തുള്ളൂ. അവൻ നിങ്ങളെ കുതിര സവാരി പഠിപ്പിക്കും കേട്ടോ. ആ, പിന്നെ നിങ്ങളും പിന്നെ ആരാ? കൗ ബോയ്. കൗ ബോയ്.
വേഗം പോ, വേഗം 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 പോ. ആ വേഗം, ആ വേഗം പോ, വേഗം. ആ അയ്യോ അയ്യോ, ഓ എന്റെ അമ്മേ, എന്റെ അടുത്ത് പോയി. ഇതാണ് എന്റെ കറുപ്പ് കുതിര. കഴിക്കടാ, കഴിക്ക്. എടാ കുതിരക്കാര, എന്താ ഈ കറുത്ത കളർ കുതിര തന്റേതാണോ? എന്താ? കറുപ്പ് കളർ കുതിര എന്റെ വെള്ളയാണ്. പണ്ടാരക്കാലൻ, ഞാൻ ഇതിനെക്കുറിച്ചാ ചോദിച്ചത്, ഈ കറുത്ത കുതിരയെ കുറിച്ച്. എന്നാ നീ അങ്ങനെ പറയണ്ടേ? ശരിക്ക് കാര്യം പറയടാ. കറുപ്പ് കളർ കുതിര. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ, കറുത്ത കളർ കുതിര. എടാ മരമണ്ട, നീ തമാശകൾ നിർത്തിക്കേ. എനിക്ക് കുതിര സവാരി എന്തായാലും പഠിക്കണം. നീ ഇത്രയല്ലേ ഉള്ളൂ. എന്റെ കുതിര വലുതാ. എന്ത്? കാല്. എന്റെ കുതിര കാലിന്റെ കാര്യ. ഓ, ഇവന്റെ ഒരു കാര്യം. ശരി, അതൊക്കെ പോട്ടെ. എനിക്ക് എന്തായാലും കുതിര സവാരി പഠിക്കണം. കുതിര സവാരി പഠിക്കണമെങ്കിലേ കുതിരയോടും ഈ കുതിരയുടെ ഓണറോടും നല്ല സുഹൃത്താണെടാ. മാറിപ്പോടാ. പോടാ, പോ. കുതിരയുടെ കൂടെ ഞാൻ വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വെച്ചേക്കാം, പക്ഷേ കുതിരയുടെ മുതലാളിയുടെ കൂടെ എന്തായാലും ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ പറ്റില്ല. നീ അങ്ങോട്ട് മാറി നിൽക്ക് പോ. കുതിരയുടെ ഓണറായിട്ട് ഫ്രണ്ട് ആയില്ലെങ്കിൽ കുതിര സവാരി ചെയ്യാൻ പറ്റില്ല. സുഹൃത്ത് തന്നെ ആവണം കുതിരയുടെ ഓണറോടും. എടാ ലക്കൻ, ഈ കുതിരക്കാരൻ സമ്മതിക്കുന്നില്ലല്ലോ. അയ്യോ എന്റെ ചേട്ടാ, രത്തനല്ല ലത്തൻ. ആടാ ലത്തൻ, ഇപ്പൊ എന്താ ചെയ്യ? ചേട്ടാ, ഒരു കാര്യം ചെയ്താലോ? എന്താ? ഈ കുതിരയുണ്ടല്ലോ, ആ നമുക്ക് വാടകയ്ക്ക് എടുത്താലോ? വാടകയ്ക്ക് കുതിര എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ പിന്നെ എപ്പോ വേണമെങ്കിലും പഠിക്കാമല്ലോ. അവന്റെ അടുത്ത് പിന്നെ നമുക്ക് ഫ്രണ്ട്ഷിപ്പിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. ആ ഈ ഐഡിയ കൊള്ളാലോ. ആ എന്നാ വാ, നമുക്ക് അവനോട് പോയി സംസാരിക്കാം. ആ വാ. വാ. 1 2 2 3 വാ പോവാം. പോവാം. കുതിരക്കാരെ, കുതിരക്കാരാ, ഇവനിപ്പോ എന്താ വിളിക്കുക? ശരി, അതൊക്കെ പോട്ടെ. നിന്റെ കുതിരേനെ എനിക്കൊരു ദിവസത്തേക്ക് വാടകയ്ക്ക് വേണം. ഇതിന്റെ ഒരു ദിവസത്തേക്കുള്ള വാടക എത്രയാന്ന് പറ. 5000 രൂപയാ വാടക. അതായത് ഞാൻ പറഞ്ഞു തരത്തൊന്നുമില്ല, മനസ്സിലായില്ലേ? എന്നെ കൊണ്ട് പറഞ്ഞു തരാനൊന്നും പറ്റത്തില്ല. അതൊന്നും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിന്റെ അടുത്ത് ആരാ പഠിക്കാൻ പോകുന്നത്? ഒരു ദിവസത്തേക്ക് ഞങ്ങളുടെ കൂടെ ഈ കുതിരയെ വിട്ടേക്ക്. ഞാൻ വൈകുന്നേരം വാങ്ങാൻ വരും എന്റെ കുതിരയെ. പിന്നെ എന്റെ കുതിരയെ നല്ലതുപോലെ നോക്കണടാ. അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. നീ ആ കുതിരയെ തന്നെ. ശരി കണ്ണാ. എടാ ലക്കൻ, ഞാൻ കുതിരയെ വാങ്ങി, ഇനിയിപ്പോ സവാരി എങ്ങനെ ഞാൻ പഠിക്കുക? അയ്യോ ചേട്ടാ, ലക്കനല്ല ലത്തൻ. അത് തന്നെയാടാ ലത്തൻ. എന്തു പറഞ്ഞാലും കുതിരയുണ്ടല്ലോ, കാണാൻ നല്ല ഒന്നാന്തരോ. അത് ശരിയാ, അത്ഭുതം തന്നെയാ. ചേട്ടാ, ആ ഒരു കാര്യം ചെയ്താലോ? എന്താ? ചേട്ടാ, എൻ്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. എന്താ അത്? നമുക്ക് എന്തുകൊണ്ട് ഈ കുതിരയെ വാടക കൊടുത്തുകൂടാ? ഇത് വെച്ച് നമുക്ക് കുറച്ച് കാശ് സമ്പാദിച്ചൂടെ? അത് ശരിയാ, ഇതിന്റെ ഓണറിന്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പും വെക്കേണ്ട കാര്യമില്ല. ആ അതെ, ഫ്രണ്ട്ഷിപ്പിനും പോണ്ടല്ലോ. അല്ല, നമ്മളിപ്പോ കസ്റ്റമറിനെ എങ്ങനെ ക്യാൻവാസ് ചെയ്യാ? നോക്കിയേട്ടാ, തേടിയാലുണ്ടല്ലോ നമുക്ക് എല്ലാം കിട്ടും. അപ്പൊ പിന്നെ കസ്റ്റമർ കിട്ടാണ്ടിരിക്കോ? നീ കറക്റ്റാ പറഞ്ഞേ. കുതിരക്കാര, എടാ ഇത് വെള്ളക്കാരി, നമ്മളുടെ രണ്ടുപേരും സമയം നല്ലതെന്ന് തോന്നുന്നു. എനിക്ക് ഹോഴ്സ് റൈഡിംഗ് പഠിക്കണം. ഹോഴ്സ് റൈഡിംഗ് പഠിക്കണമെന്നോ? പഠിക്കാലോ, നന്നായി തന്നെ പഠിക്കാം. സീരിയസ്ലി? യാ. ചോട്ടു ചേട്ടാ, നിങ്ങളെപ്പോഴാ കുതിര ഓടിക്കാൻ പഠിച്ചത്? നിങ്ങൾക്ക് കുതിര ഓടിക്കാൻ അറിയത്തില്ലല്ലോ. നിന്റെ മുഖം കൊണ്ടുവന്ന്. എടാ മണ്ട, നിനക്കല്ലേ അറിയൂ എനിക്ക് കുതിര സവാരി അറിയില്ലെന്ന്. എനിക്കറിയാടാ എനിക്ക് കുതിര സവാരി അറിയില്ലെന്ന്. പക്ഷെ ഇവൾക്കത് അറിയില്ലല്ലോ. പിന്നെ ആ കുതിരക്കാരൻ എന്താ പറഞ്ഞേ? ഹോഴ്സ് റൈഡിങ് പഠിക്കണമെന്ന് വെച്ചാ കുതിരേന്റെ അടുത്തും കുതിരക്കാരന്റെ അടുത്തും ഫ്രണ്ട്ഷിപ്പ് വെക്കണോന്ന്. ഞാനും അത് തന്നെ അവളുടെ അടുത്ത് പറയാൻ പോവാ.
അതിനുശേഷം ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കാലോ. ആ, കലക്കി. അങ്ങനെ പണം സമ്പാദിക്കാലോ. സോ നിങ്ങൾ എന്താ ഡിസൈഡ് ചെയ്തത്? ഞങ്ങൾ തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ പഠിപ്പിച്ചു തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് 5000 രൂപ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ഇന്ന് കുതിരയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. പിന്നെ നാളെ മുതൽ നിങ്ങൾക്ക് ഹോഴ്സ് റൈഡിങ് പറഞ്ഞു തരാം. അതിനുശേഷം ഫ്രീ. ഓ ഓക്കെ, എനിക്കും ഓക്കെ ആണ്. ഞങ്ങൾക്ക് ഓക്കെ തന്നെയാ. ആ പോവാം. ഇവിടെ വാ. പാടാം. ആ, നടക്ക് നടക്ക്. ആ, ഇങ്ങോട്ട് നോക്കിയേ, ഇതൊരു മൃഗമാണ്. Okay. ഇതിനെ നിങ്ങൾ ഭൂമിയിൽ മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ ഇതിന്റെ പേരാണ് കുതിര. ഇതിന് 4 കാലുണ്ട്, ഒരു മുഖമുണ്ട്, പിന്നെ 2 കണ്ണുണ്ട്, പിന്നെ 2 ചെവിയുണ്ട്. പിന്നെ ഇത് 4 കാലേ നടക്കുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇത് ഫുട്ബോൾ വരെ കളിക്കും. ഓ റിയലി? Yes. ഈ കുതിര ഫുട്ബോൾ ഒക്കെ കളിക്കോ? ആ, പക്ഷെ അത് എങ്ങനെ കളിക്കുമെന്നറിയോ? ഒരുപക്ഷെ ആരെങ്കിലും അതിന്റെ പിന്നിൽ വന്നു കഴിഞ്ഞാൽ, ആരുടെങ്കിലും തല അവിടെ പെട്ട് കഴിഞ്ഞാൽ, ആ. പിന്നെ കുതിര ആരെങ്കിലും കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് വേഗം അതിന്റെ തനി സ്വഭാവം കാണിക്കും. അപ്പൊ തന്നെ ഗോൾ അടിക്കും. ഓ യു ആർ സോ ഫണി. അല്ലല്ല, ഞാൻ അങ്ങനെ ഫണ്ണിയൊന്നുമല്ല. ഞാൻ സത്യമാ പറഞ്ഞ. വിശ്വാസമില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കിയേ. ഓ ഓക്കെ, ബാക്കി കാര്യങ്ങളും പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ശരി വാ. നന്ദി കെട്ടവന്മാര്. എനിക്ക് 5000 രൂപ തന്നിട്ട് അവൻ 5000 രൂപ വേറെ സമ്പാദിച്ചിരിക്കുന്നു. പോടാ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. നല്ല നല്ല കമൻസും എഴുതണം. പിന്നെ എല്ലാത്തിനു മുമ്പ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറക്കാതെ അപ്പുറത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം.